വെള്ളാപ്പള്ളി നടേശൻ്റെ പുറകിലുണ്ട് എന്ന് CPM കരുതുന്ന അല്ലെങ്കിൽ പൊതുസമൂഹം കരുതുന്ന ഒരു സമുദായമാണ് കേരളത്തെ ഏറ്റവും വലിയ സെക്യുലർ ഫോഴ്സ്. ഈ ഒരു CPM BJP ഡീൽ എന്ന് നമ്മുടെ നാട്ടിൽ പത്രങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് എന്ത് ഇപ്പോൾ മുഖ്യമന്ത്രി പോയി പ്രധാനമന്ത്രി കണ്ടു കഴിഞ്ഞാലും അതൊരു ഡീൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്ന അസംബന്ധം ചമച്ചു വയ്ക്കാൻ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് പ്രത്യേകിച്ച് ഉളുപ്പൊന്നുമില്ല എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. ഇത് പക്ഷേ ചില സർക്കാർ നടപടികൾ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നവർക്ക് വളരെ എളുപ്പത്തിൽ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം PM ശ്രീയിൽ സംസ്ഥാന സർക്കാരും കേന്ദ്ര BJP CPM തമ്മിൽ ഡീൽ ഉണ്ടാക്കി എന്നുള്ളതായിരുന്നു ചർച്ച. ആ പരിപാടി വേണ്ട എന്ന് വെച്ച ഒരു ഡീല് ഇല്ലല്ലോ. അത് ഡീലുണ്ടെങ്കിൽ അവരെങ്ങനെ പുറകോട്ട് പോകില്ലല്ലോ. അതൊരു സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായ ഒരു പിഴവ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയത്. അതൊരു പല വകുപ്പുകളും അങ്ങനെ ചെയ്തിട്ടുണ്ട്, അത് ഇവരും അങ്ങനെ. പക്ഷെ അതിൻ്റെ പുറകിൽ NEP എന്ന് പറയുന്ന ഇടതുപക്ഷത്തെ കേരളത്തിലെ ഇന്ത്യയിലെ ഇടതുപക്ഷം സ്ഥിരമായി എതിർത്തുകൊണ്ടിരുന്നൊരു സംഭവം ഉണ്ടായി. അതൊരു പൊളിറ്റിക്കൽ പ്രോബ്ലം വന്നു കഴിയുമ്പം അവിടെ കോംപ്രമൈസ് വരുത്തുന്നുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ ബാക്കിയുള്ളതും കൂടെ പറഞ്ഞു കഴിയുമ്പോഴും ഞാൻ ഈ നിയമസഭാ ഈ തെരഞ്ഞെടുപ്പും ഒരു ടേക്ക് അവേ ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് ഞാനത് ഇവിടെ വെച്ചത് പറയാമെന്ന് വിചാരിക്കുകയാണ്. അതായത് എനിക്ക് തോന്നിയിരിക്കുന്നത് കേരളത്തിലെ സർക്കാർ എൻ്റെ ഒരു കണക്കനുസരിച്ച് നമ്മുടെ അടുത്ത കാലത്തുണ്ടായത് ഏറ്റവും മികച്ച സർക്കാരുകളിലൊന്നാണ്. പിന്നെ എങ്ങനെയാണ് ഇവർ ഈ തെരഞ്ഞെടുപ്പിൽ തോക്കുന്നത്? ഇപ്പോൾ ഞാൻ കണക്കാക്കുന്ന ഒരു വോട്ടർ എന്ന നിലയ്ക്ക് ഇഫ് ഐ എം നോട്ട് അഫിലിയേറ്റഡ് ടു എ പാർട്ടി ഓർ എൻ ഐഡിയോളജി, നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർ, അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്ത് വോട്ട് ചെയ്യാൻ മടിയില്ലാത്ത മനുഷ്യർ, അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സർക്കാർ ഗംഭീരമായി നടത്തി എന്നുള്ളത് ഒരു കാര്യം, അത് അവർ അംഗീകരിക്കും. പക്ഷേ അതൊരു നെസസറി കണ്ടീഷൻ മാത്രമേ ആവുന്നുള്ളൂ. അതൊരു സഫീഷ്യൻറ്റ് കണ്ടീഷൻ അല്ല നിങ്ങൾ തിരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ സർക്കാർ നല്ലപോലെ നടത്തി, നല്ല കാര്യം, നിങ്ങളുടെ പണിയാണത്. അത് നിങ്ങൾ ചെയ്യേണ്ട ജോലിയാണ്. ഇത് നിങ്ങൾ 100 മാർക്ക് മേടിക്കേണ്ട പണിയാണ് നിങ്ങൾ സർക്കാർ നടത്തുക എന്ന് പറഞ്ഞാൽ. പക്ഷേ നിങ്ങളുടെ പോളിസി എന്താണ്? നിങ്ങൾ ഈ സർക്കാർ നടത്തുന്ന ഏത് നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നിങ്ങൾ എങ്ങോട്ടാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്? ഈ ചോദ്യത്തിന് തൃപ്തികരമായ ഉത്തരം പറയാൻ ഉത്തരവാദപ്പെട്ടവരത് പറഞ്ഞില്ല എങ്കിൽ മനുഷ്യർ അവർക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ടൊരു സ്ഥലത്തേക്ക് പോകും. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇടതുപക്ഷം ഏറ്റവും കംഫർട്ടബിളായിട്ടൊരു പൊസിഷനല്ല ലോകത്തൊരിടത്തും. അതൊരു പൊളിറ്റിക്കൽ ഫോർമേഷൻ എന്ന നിലയ്ക്ക് നിങ്ങളൊരു ഇടതുപക്ഷമാണെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ എഫർട്ട് എടുക്കേണ്ടി വരും. ഇവിടെ PM ശ്രീയുമായി ബന്ധപ്പെട്ട് അത് സൈൻ ചെയ്യുമ്പോൾ പോളിസി അല്ല പ്രധാനം, സർക്കാർ കൊണ്ടു നടക്കലാണ് പ്രധാനം എന്ന് CPM-ന് ഒരു തോന്നലുണ്ട് എന്നുള്ളത് വളരെ വ്യാപകമാണ്. ഇത് നമ്മളിപ്പോൾ CPM BJP ഡീൽ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ച് പോലും ഈ സർക്കാരിന് കൊടുക്കുന്ന പ്രാമുഖ്യം, അതിൻ്റെ നയങ്ങൾ, കാരണം ഈ മനുഷ്യരുടെ ഇപ്പം ഒരു സാധാരണ മുസ്ലിം പൗരനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ നല്ലതായിട്ട് നടത്തിക്കൊണ്ടു പോകുന്നതിൽ അയാൾക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ അവരുടെ നിലപാടുണ്ട് അങ്ങേയറ്റം ഇൻക്രീസിംഗ്ലി അരക്ഷിതാവസ്ഥയിലുള്ള ഒരു കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം സർക്കാരിൻ്റെ നയങ്ങളാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത്. അവർക്കിപ്പം നിങ്ങൾ കൊടുക്കുന്ന വീടില്ലെങ്കിൽ അവരുടെ ഉള്ള വീട്ടിൽ അവർ കിടക്കും. പക്ഷെ അവിടെ അവർക്ക് കിടക്കാൻ പറ്റുമോ? അവിടെ നിന്ന് കുത്തി ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയം അവരുടെ ചുറ്റും നടക്കുമ്പോൾ അവരുടെ ഒപ്പം നിൽക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം വരും. അതിൽ ഒരു തരത്തിലുള്ള ആശങ്കയ്ക്കും അയാൾ തയ്യാറാവില്ല. നിങ്ങളെനിക്ക് വീട് തരണ്ട, ഞാൻ ഇവിടെ ഈ വഴി കിടന്നോളാം, എന്നെ കുത്തി ഓടിക്കാതിരുന്നാൽ മതി എന്ന് അയാൾ പറയില്ലേ? അത് പറയുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഈ പോളിസിയുടെ കാര്യത്തിൽ LDF സർക്കാരിന് പറ്റിയ ചില അബദ്ധങ്ങൾ, ചില അരുതാഴികകൾ, അതൊക്കെ ഇപ്പം നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത് പോലെ അത് CPM-ൻ്റെ നയമാക്കി മാറ്റി പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുന്ന കഴിവുള്ള ആളുകൾ UDF-ൻ്റെ കൂടെയുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയുണ്ട്, വെൽഫെയർ പാർട്ടിയുണ്ട്, അവരുടെ മാധ്യമങ്ങളുണ്ട്. ഇതിൻ്റെ പ്രചണ്ഡമായിട്ടുള്ള ഇത് വന്നു കഴിയുമ്പോഴത്തേക്കും ആർക്കും സംശയം തോന്നും. നിങ്ങളിപ്പോൾ ഈ പറഞ്ഞതുപോലെ വെള്ളാപ്പള്ളി നടേശൻ, ഞാനിതുമായി ബന്ധപ്പെട്ട ആളുകളോട് സംസാരിക്കുമ്പോൾ ഈ വെള്ളാപ്പള്ളി നടേശനും അദ്ദേഹത്തിൻ്റെ സമുദായത്തെയും നമ്മൾ എന്തിനാണ് അങ്ങനെ എതിർക്കുന്നത്? അവരെ മുഴുവൻ നമ്മൾ BJP-യിലേക്ക് കൊണ്ടുപോയി വിടുന്നത് എന്താണ്? വെള്ളാപ്പള്ളി നടേശനെ മാറ്റി വെക്കുക. ആ സമുദായം വെള്ളാപ്പള്ളി നടേശൻ്റെ പുറകിലുണ്ട് എന്ന് CPM കരുതുന്ന അല്ലെങ്കിൽ പൊതുസമൂഹം കരുതുന്ന ഒരു സമുദായമാണ് കേരളത്തെ ഏറ്റവും വലിയ സെക്യുലർ ഫോഴ്സ്. അവരാണ് കേരളത്തെ സെക്യുലറായിട്ട് ഇക്കാലം മുഴുവൻ പിടിച്ചു നിർത്തിയത്. അപ്പം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടല്ല അവർ വോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനെയൊക്കെ ആ മനുഷ്യരൊക്കെ അണ്ടർമൈൻ ചെയ്ത് ഈ വാ പൊളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ വലിയ വേറൊരു സമുദായത്തെ മുഴുവൻ അരക്ഷിതരാക്കുന്ന പ്രസ്താവന നടത്തുന്ന ഒരാൾ കൂടെ ഉണ്ടെങ്കിലേ അവരുടെ വോട്ട് കിട്ടൂ എന്നുള്ളൊരു ഇൻ്റർപ്രിട്ടേഷൻ വളരെ ലെജിറ്റിമേറ്റ് അല്ലേ? അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് CPM വന്നു എന്നുള്ളത് വളരെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ളൊരു പൊസിഷനല്ലേ? അങ്ങനെ വന്നു കഴിയുമ്പം നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് മനുഷ്യർ പറയും.
അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ കൂടിയാണ് നമ്മൾ ഈ വോട്ടിൽ കണ്ടതെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്.